എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഒരു സ്മാർട്ട് ഫോൺ അതിൻ്റെ ഡിസൈൻ കാരണം ഇത്രത്തോളം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും അറിയേണ്ടി വരും. ഇതാണ് നത്തിങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായ നത്തിങ് ഫോൺ 4a Pro. ആൻഡ് സീരിയസ്ലി ഗൈസ്, നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഇതിൻ്റെ ലുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 1 lakh എബോ ഉള്ളൊരു ടോപ്പ് ടിയർ ഫ്ലാഗ്ഷിപ്പ് കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന അതേ ഇൻഹാൻഡ് ഫീലാണ് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രീമിയം യൂണിബോഡി മെറ്റൽ ഡിസൈനും എസ്പെഷ്യലി ഈ ക്യാമറ മോഡ്യൂളും ഈ ഗ്ലിഫ് മെട്രിക്സ് ഉള്ളൊരു ഈ ഐലൻഡാണ്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡാണ് ആക്ച്വലി ഈ ഫോണിനെ ഏറ്റവും കൂടുതൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിർത്തുന്നത് ബാക്കിയുള്ള സ്മാർട്ട് ഫോണിൽ നിന്നും. പക്ഷേ ഈ ഫോണിൻ്റെ ഗ്ലിഫ് മെട്രിക്സ് നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഫോൺ മേടിച്ചാൽ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഇതിൻ്റെ ക്യാമറ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 4a Proയുടെ ഒരു ഇൻഡെപ്ത് ക്യാമറ റിവ്യൂ ആണ്. ഓക്കെ, സോ ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നത്തിങ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഒരു 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, ഒരു 50 മെഗാപിക്സലിൻ്റെ 3.5x ടെലിഫോട്ടോ ക്യാമറ, പിന്നെ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറ. ആൻഡ് നിങ്ങൾക്ക് ഈ സാമ്പിൾസിൽ കാണും പോലെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ഫോട്ടോസാണ് ഈ ഫോൺ നമുക്ക് എടുത്തു തരുന്നത്. അതിപ്പോൾ ഡേ ലൈറ്റ് ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീൻ ഇമേജസ് ആണ് നമുക്ക് ഈ ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. കളേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും എല്ലാം അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നി. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോസ് ഇതിൻ്റെ 50 മെഗാപിക്സൽ മോഡിലാണ് എടുത്തത്. നിങ്ങൾക്ക് നാച്ചുറൽ കളേഴ്സ് ഇഷ്ടമാണെങ്കിൽ ഈ ഫോണിൻ്റെ ക്യാമറ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അധികം ഓവർ പ്രോസസ് ഒന്നും ചെയ്യാതെ നമ്മൾ എങ്ങനെയാണോ നേരിട്ട് കാണുന്നത് ഒരു ട്രൂ ടു ലൈഫ് കളേഴ്സാണ് ഇതിൻ്റെ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത്. ഫോട്ടോസിൻ്റെ HDR പെർഫോമൻസ് ആണെങ്കിലും ഇതിൻ്റെ സ്കിൻ ടോൺ ആണെങ്കിലും നത്തിങ് നല്ലപോലെ തന്നെ ഈ ക്യാമറ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഡേ ലൈറ്റ് സിറ്റുവേഷനിൽ അത്യാവശ്യം ഡീസൻറ്റ് ഇമേജസ് ക്യാപ്ചർ ചെയ്യുമെങ്കിലും ലൈറ്റ് പോകും തോറും ഒരു ലോ ലൈറ്റ് സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ക്യാമറയും ഇതിൻ്റെ 3.5x ടെലിഫോട്ടോ ക്യാമറയും വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ഫോട്ടോസ് തന്നെയാണ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നത്തിങ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് 11 കളർ പ്രീസെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കസ്റ്റം പ്രീസെറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഡിഫറൻറ്റ് പ്രീസെറ്റ്സ് ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ഈ ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പോർട്രേറ്റ് മോഡ് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. എസ്പെഷ്യലി നമ്മൾ 3.5x ടെലിഫോട്ടോ ലെൻസിൽ എടുക്കുന്ന പോർട്രേറ്റ്സിന് അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഡെപ്തും നല്ല ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. പോർട്രേറ്റ് മോഡിൻ്റെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നല്ലതാണ്. പക്ഷേ അതിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റിനെ എഗെയിൻസ്റ്റ് ദ ലൈറ്റ് നിർത്തി ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ HDR പ്രോസസ്സിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ തോന്നി. ഇതിൻ്റെ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് എടുത്തു തരുന്നത്. ഓക്കെ, സോ ഇനി ഫോണിൻ്റെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. ഒന്ന്, നമുക്ക് റിയർ ക്യാമറയിൽ 4K 30 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തത്, നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ 4Kയുടെ ഓപ്ഷൻ ഇല്ല. 1080p 60 ആണ് നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. മേ ബി നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിൽ നത്തിങ് റിയർ ക്യാമറയിൽ 4K 60യും ഫ്രണ്ട് ക്യാമറയിൽ അറ്റ്ലീസ്റ്റ് ഒരു 4K 30 എങ്കിലും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ ഫ്രെയിം റേറ്റിൻ്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലം വീഡിയോ ക്വാളിറ്റിയാണ് ഇതിൻ്റെ റിയർ ക്യാമറ നമുക്ക് തരുന്നത്. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഒരു കിടിലം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നത്തിങ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇനിയുള്ള അപ്ഡേറ്റ്സിൽ ഇമ്പ്രൂവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറ മാത്രമല്ല, ഓവറോൾ ഒരു സ്മാർട്ട് ഫോൺ എന്ന് നോക്കുമ്പോൾ ഒരു സോളിഡ് പാക്കേജ് ആയിട്ടാണ് എനിക്ക് ഈ ഫോൺ തോന്നിയിട്ടുള്ളത്. കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെക്ക് ഓഫർ ചെയ്യുന്നത് നത്തിങ് അല്ലെങ്കിലും ഇതിൻ്റെ പ്രീമിയം ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, പിന്നെ ഇതിൻ്റെ ക്യാമറ, ക്ലീൻ നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം ഇതിനെ ഒരു സോളിഡ് പാക്കേജ് ആയിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. സോ വേറെ എന്തെങ്കിലും ഈ ഫോണിനെ കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് സെക്ഷനിലും പറഞ്ഞാൽ മതി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണും വരെ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.